പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടി മരിച്ച സംഭവത്തിൽ ആശുപത്രി മാനേജ്മെന്റിനെതിരെ കുടുംബം രംഗത്ത് വരികയാണ്. മാനേജ്മെന്റിനും ഡോക്ടർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം. പയ്യന്നൂർ BMH ആശുപത്രിക്ക് മുന്നിൽ കുട്ടിയുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. രക്ഷിതാക്കളും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. നീതി കിട്ടണ്ടേ? ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു മുറി പോലും ഇല്ല. ഇപ്പം നിങ്ങൾ പോയി നോക്കിയാൽ കാണും. ആ കുട്ടിയുടെ താടിക്ക് നോക്കിക്കഴിഞ്ഞാൽ മുറിയില്ല. നിങ്ങളെ ബന്ധു പറഞ്ഞിരുന്ന ഒരു സ്കെച്ച് പേന കൊണ്ട് ഒരു സ്കെച്ച് പേന അത്രയുമില്ല. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോയി നോക്കി ആ കുട്ടിയെ കാണും. നിങ്ങളിപ്പോൾ ഈ കാണുന്നതൊന്നും നടന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണും. ഈ കുട്ടീനെയാണ് ഈ പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് പേര്. കേസ് നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പെരിയാരം പോകും. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആസ്പത്രിയുടെ അയൽവത്ത് പോയിട്ട് പ്രതിഷേധിക്കുക. മറ്റേ ആസ്പത്രിയെ നമ്മളൊന്നും ചെയ്യാനോ പിടിക്കാനോ കാര്യമൊന്നുമല്ല. ഈ ഡോക്ടർക്കും ഈ മാനേജ്മെന്റിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണം. ഇനിയൊരു കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇവർ. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിലാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. മാത്രമല്ല കുട്ടി മരിച്ച സംഭവം അത് അതീവ ഗൗരവതരമാണ് എന്നത് നമുക്ക് എല്ലാവർക്കും ആരും പറയാതെ തന്നെ അറിയുന്നതുമാണ്. CK വിജയനുണ്ട് വിവരങ്ങളുമായി. വിജയൻ, ഈ കുഞ്ഞു മരിച്ച സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ രക്ഷിതാക്കളടക്കമുള്ളവരുടെ ഭാഗത്തുള്ള പ്രതികരണം നമ്മൾ കേട്ടതാണ്. ആർക്കും സഹിക്കാൻ കഴിയുന്നൊന്നല്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആശുപത്രിയുടെ ഭാഗത്തുനിന്നോ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ വിശദീകരണമുണ്ടോ? ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും വന്നില്ല. ആകെ വന്നിരിക്കുന്നത് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിദഗ്ധ സംഘത്തെ ഉണ്ടാക്കി പരമാവധി ശ്രമം നടത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്താക്കുറിപ്പാണ്. ഇന്ന് നിരന്തരം നമ്മൾ ഈ ആശുപത്രിയുടെ ഉന്നത അധികാരികളൊക്കെയായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും അവരാരും ഫോണിലൂടെയോ അല്ലെങ്കിൽ മറ്റോ പ്രതികരിക്കുകയോ പത്രക്കുറിപ്പോ മറ്റോ ഇറക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ഈ പറഞ്ഞ കാര്യം ഇത് മാത്രമാണ്. അത് ആ കുട്ടിയുടെ മരണത്തിന് മുൻപ് അവർ പറഞ്ഞതാണ്. ആ ഘട്ടം കഴിഞ്ഞു. കുട്ടി ഇന്നലെ രാത്രിയോടുകൂടി മരണപ്പെട്ടു. കുട്ടി അതിജീവിക്കില്ല എന്ന കാര്യം ഏതാണ്ട് തലേ ദിവസം തന്നെ ഉറപ്പായതുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ബന്ധുക്കളും നാട്ടുകാരും അവിടെയുള്ള യുവജന സംഘടനകളും എല്ലാം തന്നെ രംഗത്ത് വരുന്നത്. അവരെല്ലാം ഇത് ആശുപത്രിയുടെ ചികിത്സാ പിഴവാണ് എന്ന ഒറ്റ കാര്യത്തിലേക്കാണ് നിൽക്കുന്നത്. കാരണം ഒരു അനസ്തേഷ്യ കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ലാതിരുന്നിട്ടും അനസ്തേഷ്യ കൊടുത്തു. ആ അനസ്തേഷ്യയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. കാരണം ഈ കുട്ടികളുടെ ബന്ധുക്കൾ പറയുന്നത് അനസ്തേഷ്യ കൊടുത്ത ഉടൻ തന്നെ സാഹചര്യം എന്താണ്? സാധാരണ അനസ്തേഷ്യ എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമല്ലേ? അതുമല്ല ഈ ഇത്രയും പ്രായം ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും പ്രോട്ടോകോളൊക്കെ നോക്കിയായിരിക്കില്ലേ? അത്തരത്തിലൊരു പരിശോധന ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഈ കുട്ടി ഒരു പ്രിമേച്വർ ബർത്ത് ഉള്ള ഒരു കുട്ടിയാണ്. 7ാമത്തെ മാസത്തിൽ പൂർണ്ണ വളർച്ചയാകുന്നതിന് മുന്നേ പ്രസവം നടന്നതാണ്. അങ്ങനെ ബാക്കിയുള്ള 3 മാസം ഇൻക്യുബേറ്ററിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു കുട്ടിയാണ്. IVF എടുത്ത് രക്ഷിതാക്കൾക്ക് കുറച്ചു കാലം വൈകിയാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും ബന്ധുക്കളും എല്ലാം തന്നെ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടിയാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. അതിനിടയിലാണ് കുട്ടിക്ക് ഒരു മുറിവ് പറ്റുകയും ഈ കളിക്കുന്നതിനിടയിൽ വീണൊരു മുറിവ് പറ്റുകയും ചെയ്തത്. പക്ഷെ വളരെ നിസ്സാരമായ മുറിവ്. ആ ബന്ധു പറയുന്നതിനനുസരിച്ചാണെങ്കിൽ 1 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു മുറിവ് മാത്രമാണ്. ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ തന്നെ ഒരു സ്റ്റിച്ച്, അതിന് അനസ്തേഷ്യ പോലും കൊടുക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞു പ്രായത്തിലായതുകൊണ്ട് ഒരു കരച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം അത്രമാത്രം ചെറിയ ഒരു നടപടിക്രമമാണ് ഇത്. ഇനി അതല്ല എങ്കിൽ ലോക്കൽ അനസ്തേഷ്യ എന്ന രീതിയിൽ മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായും അറിയില്ല. പക്ഷേ ആ നടപടികളൊന്നും അല്ലാതെ തന്നെ ഒരു മുഴുവൻ ശരീരം മുഴുവൻ മരവിപ്പിക്കുന്ന രീതിയിലുള്ള അനസ്തേഷ്യയാണ് കൊടുത്തിട്ടുള്ളത്. ആ അനസ്തേഷ്യ കൊടുത്തതിലെ പിഴവാണ് മരണത്തിന് കാരണം എന്ന് തന്നെയാണ് ഈ ബന്ധുക്കളും ആൾക്കാരും എല്ലാം തന്നെ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്നിപ്പോൾ മൃതദേഹം അല്പസമയം മുൻപ് ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റ് കാരണങ്ങൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ അറിയാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇനിയൊരു കുട്ടിക്കും ഇനിയൊരു രക്ഷിതാവിനും ഇതേ അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ട് സമരമായും നിയമ നടപടിയുമായും അവർ മുന്നോട്ട് പോകും. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിയമ നടപടിയും ഒക്കെ അനിവാര്യമാണ്. മാത്രമല്ല ആവർത്തിക്കുന്ന ചികിത്സാ പിഴവ്, ആ സാഹചര്യത്തിൽ എവിടെയാണ് എങ്ങനെയാണ് ഈ വീഴ്ച സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു പൊതു സംവിധാനം അക്കാര്യങ്ങൾ നിരീക്ഷിക്കാനോ പരിശോധിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നാൽ അക്കാര്യത്തിൽ വിദഗ്ധ ഉപദേശം തേടാനുള്ള സംവിധാനം, അങ്ങനെ ഏതെങ്കിലും പുതിയ മാറ്റങ്ങൾ അനിവാര്യമായി ഉണ്ടാകേണ്ടതാണ് എന്ന സാഹചര്യത്തിലേക്ക് പലപ്പോഴും ഇത്തരം ചികിത്സാ പിഴവുകൾ എത്തിക്കണം. ഒരു പ്രതികരണം കൂടി. കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് എത്തിയതിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത്
നമുക്കറിയണം അതിന് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടായ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ അതൊക്കെ പുറത്തു വരണം എന്നുള്ളതാണ് പറയാനുള്ളത്. മാനേജ്മെന്റ് ആയാലും അവരെല്ലാവരും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഒതുക്കി തീർത്താൽ നാളെയും ഇത് ആവർത്തിക്കും. ഇത് എത്രത്തോളം ലീഗലി മെഡിക്കലി എത്രത്തോളം നമുക്ക് ഇതിനെ ഇത്രയും വലിയ ലോബിയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഇതിന്റെ അവസാനം വരെ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ അവസാനം വരെ പോരാടണം തന്നെയാണ് നമ്മളെ ഉന്നത